മാറ്റിലാണെങ്കിൽ നമ്മുടെ നവീനോട് അനി മനസ്സ് തുറന്ന് പറയുകയാണ്. നന്ദു എൻ്റെ പെണ്ണാണ്, അവളും ഞാനും ഇഷ്ടത്തിലാണ് എന്ന് നവീൻ്റെ മുൻപിൽ അനി പറയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ നമ്മുടെ നയനയാണെങ്കിലും മുത്തശ്ശിയോടാണെങ്കിൽ നാഗേന്ദ്രൻ എന്തുകൊണ്ടാണ് വീട് വിട്ടു പോയത് എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ ഇപ്പോൾ ഗർഭിണിയാണ്, അതുകൊണ്ട് തന്നെ നിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. ആ കുഞ്ഞ് ഈ പേര് കേൾക്കുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. കൂടാതെ നാഗേന്ദ്രൻ്റെ പിന്നാലെ പോകാതെ നിങ്ങൾ നല്ല ഒരു ജീവിതം നിങ്ങളുടെ കുഞ്ഞിനായിട്ട് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവനൊരു വൃത്തികെട്ടവനാണ് എന്ന് പറയുന്നു. അല്ലമ്മേ, എന്താ കാര്യം? ഞാനും ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ ഈ രഹസ്യമെന്ന് ദേവയാനിയും ചോദിക്കുമ്പോൾ മുത്തശ്ശി അതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ പ്രത്യേകിച്ച് ഗുണമോ കാര്യമോ ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ അത് എൻ്റെ മനസ്സിലും ഇവിടെയുള്ളവരുടെ ചിലരുടെ മനസ്സിലും മാത്രം നിന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ആദർശിൻ്റെ അടുത്തേക്ക് നയന ചെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി ഒന്നും തുറന്നു പറയുന്നൊന്നുമില്ല. മുത്തശ്ശി വെറുതെ ദേഷ്യപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. മുത്തശ്ശി എന്തോ പേടിക്കുന്ന മാതിരി, എന്തോ മറക്കുന്ന മാതിരിയാണ് തനിക്ക് തോന്നിയത് എന്നും പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, എനിക്ക് തോന്നി, ഞാനും അച്ഛനോട് ചോദിച്ചിരുന്നു, അപ്പോഴും ഇളയച്ചൻ വളരെയധികം സങ്കടത്തിലും പിന്നെ ദേഷ്യപ്പെടുകയുമാണ് ചെയ്തത്. സത്യം എന്നോട് ഒന്നും പറഞ്ഞൊന്നുമില്ല, എന്തൊക്കെയോ മറച്ച് പിടിക്കുന്നുണ്ട് നയനേ എന്ന് ആദർശ് പറയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. ആദർശേട്ടാ, നമുക്ക് സത്യം കണ്ടെത്തണ്ടേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും സത്യം കണ്ടെത്തിയിരിക്കണം, എന്നാൽ മാത്രമേ എൻ്റെ മനസ്സിന് മനസ്സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് ആദർശ് ഉറക്കെ പറയുകയാണ്. എന്തായാലും ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ ഞാനത് പതിയെ മൂട്ടിവെക്കാമെങ്കിലും പക്ഷേ എൻ്റെ മനസ്സ് ഈ ചിന്തയിൽ തന്നെയാണ് എന്ന് ആദർശ് നയനയോട് പറയുന്നു. എന്നെങ്കിലും ഒരു നാൾ സത്യം ഞാൻ അറിയുക തന്നെ ചെയ്തിരിക്കുമെന്നും ആദർശ് പറയുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദർശ് അവിടെ നിന്ന് നയനയോട് യാത്ര പറഞ്ഞ് ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. ഇവിടെ അനി വന്നിരിക്കുകയാണ്. അനിയോടാണെങ്കിൽ ജാനകി പറയുകയാണ്, എന്തായാലും വിവാഹമോചനം ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നീ അവന്തിക മോളുടെ മുടങ്ങിപ്പോയ നിശ്ചയം നടത്തണമെന്ന് പറയുന്നു. അതായത് നീയും അവന്തിക മോളും ഒന്നിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ, അമ്മേ, അത് ഒരിക്കലും നടക്കാത്ത ഒരാഗ്രഹമാണ്, ഒരു സ്വപ്നമാണ്, അതൊന്നും പെട്ടെന്നൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അതായത് എൻ്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ എന്നും അവളെ, എൻ്റെ പെങ്ങളെ എനിക്കെൻ്റെ ഭാര്യയായി കാണാനായിട്ട് കഴിയില്ല എന്നും പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. വീണ്ടും വീണ്ടും എന്തിനാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ചോദിക്കുന്നത് എന്ന് അനി എടുത്തു പറയുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ജാനകി പറയുന്നുണ്ട്, അവളെ ആ നവീൻ ആലോചിച്ചത് നീ അറിഞ്ഞില്ലേ? മിക്കവാറും അവൾ എന്തായാലും അവനെ സ്വീകരിക്കുക തന്നെ ചെയ്യും. നീയായിരിക്കും വിഷമിക്കാനും ദുഃഖിക്കാനും വേദനിക്കാനുമായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ അമ്മ പറഞ്ഞത്, മര്യാദയ്ക്ക് നിനക്ക് പിൻവാങ്ങിക്കൂടെ മോനെ എന്ന് ചോദിക്കുന്നു. നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്, അവൾക്ക് കിട്ടിയിരിക്കുന്നത് പുളിങ്കോമ്പാണ്, നിന്നേക്കാളും നല്ല പൈസയുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, കേരളത്തിലെ തന്നെ നമ്പർ 1 വക്കീലാണ്. അവൾ തീർച്ചയായും നിന്നെ ഉപേക്ഷിച്ച് അവനെ ചൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞ മാതിരി ആവുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നിരുന്നാലും ഞാൻ നന്ദുവിനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കില്ല.
ഇനി അവൾ വിവാഹം കഴിച്ച് പോയാലും താനിങ്ങനെ ഒറ്റാന്തടിയായിട്ട് നിൽക്കും, വേറൊരു വിവാഹമേ ചിന്തിക്കില്ല എന്ന് പറയുന്നു. വിവാഹം ചിന്തിക്കില്ല എന്ന് പറഞ്ഞാൽ ചിന്തിക്കില്ല എന്ന് സാരം എന്ന് പറഞ്ഞു വെക്കുന്നു. അങ്ങനെ അനി അവിടെ നിന്ന് പോകുന്നു. ജാനകിയാകെ നിരാശക്കടലിൽ, സങ്കടക്കടലിൽ ആക്കപ്പെടുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നന്ദുവിനെ കാണാൻ അനി ചെല്ലുകയാണ്. അനിയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്, എനിക്ക് ആകെ പേടിയായിട്ട് വയ്യ, നിന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം എൻ്റെ മനസ്സിൽ ഓരോ ദിവസവും ചെല്ലുന്തോറും കൂടിക്കൂടി വരികയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുക അനിയോട് നന്ദുവും അത് തന്നെ പറയുന്നുണ്ട്. നിന്നെ ഇഷ്ടമാണെന്നും നിന്നോടുള്ള ഇഷ്ടം അഗാധമാണെന്നും ഞാൻ വീട്ടുകാരോട് പറയണമെന്ന് പലതവണ ആലോചിക്കും, ചിന്തിക്കും. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല, സാധിക്കുന്നില്ല. അതെന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ പലതവണ പറയാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ കൈയും കാലും വിറയ്ക്കുകയാണ്, നാവ് ഇടറുകയാണ്, എനിക്കൊന്നും പറയാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയുകയാണ്. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീയേ ചെയ്തേ മതിയാവുകയുള്ളൂ അനി എന്ന് പറയുന്നു. ഇതേ സമയം നന്ദുവാണെങ്കിൽ പോവാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. പക്ഷേ അനി പറയുന്നുണ്ട്, ഞാൻ വിളിക്കുമ്പോൾ നീ ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അനിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നവീൻ്റെ അടുത്തേക്ക് പോകുന്നു. തനിക്ക് വിവാഹമോചനം ലഭിക്കുമോ, തൻ്റെ വിവാഹമോചന കേസിൽ നീ ഇപ്പോൾ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ലേ, നീ ഇപ്പോൾ ഉഴപ്പുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ അനി നവീനോട് ചോദിക്കുന്നത്. ഇതേ സമയമാണെങ്കിൽ നവീൻ പറയുന്നുണ്ട്, ഞാനൊരിക്കലും കൂട്ടുകാരെ പറ്റിക്കുകയോ കൂട്ടുകാരെ ചതിക്കുകയോ ചെയ്യാറില്ല, ചതിക്കുന്നവർ ചിലരുണ്ടല്ലോ ഇവിടെ എന്ന് പറയുകയാണ് എന്നും കാണാൻ സാധിക്കും. എനിക്കതൊന്നുമല്ല അറിയേണ്ടത്, വിവാഹമോചനം ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, പറയാനായിട്ട് കഴിയില്ല എന്ന് നമ്മുടെ നവീൻ പറയുമ്പോൾ അനിയാകെ ഷോക്കായി പോകുന്നുണ്ട്. നിന്നെ ഞാനൊന്ന് വട്ടം കറക്കാൻ വേണ്ടിയാടാ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നവീൻ മനസ്സിൽ മെല്ലെ പറയുന്നുണ്ട് എന്നും കാണാൻ കഴിയുന്നുണ്ട്. ഒടുവിൽ അനിയാണെങ്കിൽ നന്ദുവിനെ നവീൻ്റെ മുൻപിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുകയാണ്, അതായത് ഞാനും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണ്, നീ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. നവീൻ അതറിയാവുന്നത് കൊണ്ട് തന്നെ വലിയ ആശ്ചര്യമൊന്നുമില്ല എന്നും കാണാൻ കഴിയും, സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്